നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡിസ്മാൻറ്റ്ലിംഗ് ഓഫ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് 10mm ടീ സ്പാനർ ആൻഡ് 12mm ടീ സ്പാനർ. ആദ്യമായി നമ്മൾ ഇളക്കാൻ പോകുന്നത് ഗിയർ സെലക്ടറാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 10mm ടീ ബോക്സ് ആണ്. ഗിയർ സെലക്ടർ ഇളക്കിയിരിക്കും. ഇതാണ് ഗിയർ സെലക്ടർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴാണ് ഗിയർ വീഴുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇളക്കാൻ പോകുന്നത് ബാക്ക് കവറാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 12mm ടീ സ്പാനറാണ്. ടീ സ്പാനറിനുകൊണ്ട് അതിലെ എല്ലാ ബോൾട്ടുകളും നമ്മളിപ്പോൾ ഇളക്കിയെടുത്തിരിക്കുകയാണ്. സെലക്ടറിനകത്തുണ്ട് നമ്മളിപ്പോൾ കാണുന്ന സ്പീഡോമീറ്ററിൻ്റെ പിനിയനാണ്. ഇനി നമ്മൾ ടോപ്പ് കവർ ഇളക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 12mm ടീ സ്പാനറാണ്. ടോപ്പിലെ എല്ലാ ബോൾട്ടുകളും നമ്മൾ ലൂസ് ചെയ്യുകയാണ്. അങ്ങനെ ടോപ്പ് കവർ നമ്മൾ ഇളക്കിയെടുത്തിരിക്കുകയാണ്. ടോപ്പ് കവറിനകത്ത് കാണുന്ന 2 റോഡ്, അതാണ് ഗിയർ സെലക്ടറായിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾ. ഇപ്പോൾ നമ്മൾ ഗിയർ മെയിൻ ഷാഫ്റ്റ് ഫുൾ അസംബ്ലി ചെയ്ത് പുറത്തെടുത്തിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഭാഗമാണ് ക്ലച്ച് ഷാഫ്റ്റ്. ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുന്നു ക്ലച്ച് ഷാഫ്റ്റാണ്. ഇതിൻ്റെ പേരാണ് ക്ലച്ച് ഷാഫ്റ്റ്. അടുത്തതായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് നീഡിൽ ബെയറിങ് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ സിങ്കനറൈസർ റിങ്. അടുത്തതായിട്ട് വന്നത് ഔട്ടർ ഹബ്ബാണ്. അടുത്തത് ഇന്നർ ഹബ്ബാണ്. അടുത്ത് വീണ്ടും ഇളക്കിയത് നമ്മൾ സിങ്കണൈസ് റിങ്ങാണ്. അടുത്തത് ഇളക്കുന്നത് തേർഡ് ഗിയറിൻ്റെ വീലാണ്, തേർഡ് ഗിയർ വീല്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ പൊക്കി അടുത്ത് നമ്മൾ ഇളക്കാൻ പോകുന്നത് ബോൾ ബെയറിങ്ങാണ്. അടുത്തതായിട്ട് നമ്മൾ ഇളക്കാൻ പോകുന്നത് ഫസ്റ്റ് ഗിയർ വീലാണ്. 1ാമത്തെ ഗിയറിൻ്റെ വീലാണിത്. ഏറ്റവും വലിപ്പം കൂടിയ വീലാണ്. അടുത്തായിട്ട് ഇറക്കുന്നത് സിങ്കണൈസ് റിങ്ങാണ്. അടുത്തായിട്ട് ഇറങ്ങുന്നത് ഔട്ടർ ഹബ്ബാണ്. അടുത്തായിട്ട് ഇറങ്ങുന്നത് ഇന്നർ ഹബ്ബ്. അതിൻ്റെ കൂടെ ഒരു ബുഷും കൂടിയുണ്ട്. അടുത്തായിട്ട് വീണ്ടും സിങ്കണൈസ് റിങ്ങാണ്. അടുത്തായിട്ടിറക്കി സെക്കൻഡ് ഗിയറിൻ്റെ വീലാണ്. അടുത്തായിട്ട് ഇറക്കുന്നത് ബുഷാണ്. പുഷ് കഴിഞ്ഞ് ഫുള്ള്. ഇപ്പോൾ അത് മെയിൻ ഷാഫ്റ്റ് ഫുള്ള്.